സംസ്ഥാനത്തെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ LDF ക്യാമ്പ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിയും മണ്ഡലങ്ങളിലെ അട്ടിമറി സാധ്യതകൾ എണ്ണിപ്പറഞ്ഞും പ്രമുഖ നേതാക്കൾ രംഗത്തെത്തി. തൃപ്പൂണിത്തുറയും പേരാവൂരും തിരിച്ചുപിടിക്കുമെന്നും തിരുവനന്തപുരത്ത് വൻ മുന്നേറ്റമുണ്ടാകുമെന്നുമാണ് ഇടതു സ്ഥാനാർത്ഥികളുടെ അവകാശവാദം. ഭരണ തുടർച്ചയുടെ കരുത്തിൽ കേരളം വീണ്ടും ചുവക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. എക്സിറ്റ് പോളുകൾ UDFന് അനുകൂലമായ സൂചനകൾ നൽകുമ്പോഴും ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് CPM നേതാക്കളുടെ അവസാന വട്ടത്തെയും കണക്കുകൂട്ടൽ. ഗവൺമെന്റ് വിരുദ്ധ വികാരം ഇല്ലാന്ന് എല്ലാ എക്സിറ്റ് പോളുകാരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയാവാൻ പറ്റുന്നത് പിണറായി വിജയനാണെന്നും എക്സിറ്റ് പോളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 69 വരെ സീറ്റ് കിട്ടുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2 സീറ്റിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അതിനേക്കാൾ എത്രയോ സീറ്റ് അവർ ഞങ്ങൾ തോൽക്കുമെന്ന് പറഞ്ഞ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ജയിക്കും. നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നതാണ് എക്സിറ്റ് പോളിൻ്റെ തന്നെ ഉള്ളിൽ പറയാതെ പറഞ്ഞു വെച്ച കാര്യം. BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന തലസ്ഥാന നഗരിയിലും ഇടത് തരംഗം ആഞ്ഞടിക്കുമെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ അവകാശവാദം. നേമമടക്കം തിരുവനന്തപുരത്ത് 10 സീറ്റുകളിൽ LDF ജയിക്കും. നേമത്ത് 5000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് LDF പ്രതീക്ഷിക്കുന്നത്. നേമത്ത് BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിന് മണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ലെന്നും V ശിവൻകുട്ടി പരിഹസിച്ചു. വികസനത്തിനാണ് വോട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കല്ലേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അവിടെ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ആ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഉള്ള ഞങ്ങളുടെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലും കണക്കുകൾ കൊണ്ടുള്ള വിലയിരുത്തലും കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ സാധ്യത കുറവാണ്. ഒരിക്കലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. കേരളം ചർച്ച ചെയ്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന കണ്ണൂരിലെ പേരാവൂരിലും ആത്മവിശ്വാസം ഒട്ടും കുറവല്ല. 15 വർഷത്തെ UDF ആധിപത്യത്തിന് ഇത്തവണ അന്ത്യമുണ്ടാകുമെന്ന് KK ശൈലജ പറയുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് ശ്രമം നടന്നുവെങ്കിലും അത് ഫലം കണ്ടില്ലെന്നും KK ശൈലജ ചൂണ്ടിക്കാട്ടി. സാധാരണഗതിയിൽ ഞങ്ങൾക്കൊന്നും വോട്ട് ചെയ്യാത്ത മുസ്ലിം കുടുംബങ്ങളടക്കം അവർ ഇത്തവണ ടീച്ചർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ അവസാന നിമിഷം അതൊന്നും മാറിപ്പോയിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കൊച്ചിയിലെ നിർണായക പോരാട്ടം നടന്ന തൃപ്പൂണിത്തുറയിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണന്റെ പ്രതീക്ഷ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭരണ തുടർച്ചയുണ്ടാകും. ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള വേരുകളുള്ള ഒന്നാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രധാന കേന്ദ്രം തന്നെയാണ്. ശക്തമായ ഒരു കോട്ട തന്നെയാണ്. വേരുകളുള്ള പ്രദേശമാണ്. ആ കോട്ട തിരിച്ചു പിടിക്കും. ഭരണവിരുദ്ധ വികാരം എവിടെയും ദൃശ്യമല്ലെന്ന മന്ത്രി P രാജീവും എലത്തൂരിലെ അപരൻ ഉയർത്തിയ വെല്ലുവിളികൾ അതിജീവിച്ച് വിജയിക്കുമെന്ന് AK ശശീന്ദ്രനും പ്രതികരിച്ചു. എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ വലിയൊരു വിരുദ്ധ വികാരം തരംഗം ഒക്കെ പ്രതിഫലിക്കുമെന്ന് പലരും പറഞ്ഞെങ്കിലും അതല്ലല്ലോ എക്സിറ്റ് പോളുകൾക്കകത്ത് അവർക്ക് മുൻതൂക്കം നൽകുന്നതിൽ പോലും പ്രതിഫലിച്ചിട്ടുള്ളത്. അങ്ങനെ മുൻതൂക്കം നൽകുന്നതിൽ പോലും ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശ്രീ പിണറായി വിജയനെയാണ് ജനങ്ങൾ അതിനകത്ത് പോലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇത്തവണ കുറച്ച് പ്രതികൂല ഉണ്ടായിരുന്നു. കഴിഞ്ഞ NCPയുടെ പേരിൽ അവിടെ ഒരു നേരത്തെ ഞങ്ങൾ അംഗീകൃത ചിഹ്നമായ ക്ലോക്ക് അടയാളത്തിലൊരു സ്ഥാനാർത്ഥി ഇവിടെ വന്നു. അത് പിന്നെ മനഃപൂർവ്വം കൊണ്ടുവന്നതാണോ എന്തായാലും ആ സ്ഥാനാർത്ഥിത്വം ഞങ്ങൾക്കൊരു ചെറിയ സംശയം. വോട്ടർമാർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ ഇല്ല എന്നൊരു സംശയം. കാരണം നമ്മൾ കണക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് ആ സംശയം കൂടി പരിഗണിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭൂരിപക്ഷമല്ല പ്രശ്നം. ഇത്തവണ എന്തായാലും അവിടെ ജയിക്കും. LDF അധികാരത്തിൽ വരണമെന്നത് തന്റെ സത്യസന്ധമായ ആഗ്രഹമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. പക്ഷേ എൻ്റെ കണക്ക് അനുസരിച്ചും എൻ്റെ ചിന്ത അനുസരിച്ചും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അനുസരിച്ചും LDF ചെറിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വിചാരത്തെ നിങ്ങൾ വിമർശിക്കരുത്. അതെൻ്റെ ആഗ്രഹം, എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കപ്പുറം തങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. കാത്തിരിപ്പിന് ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.